ഇതിനൊക്കെ സെറ്റ് വെച്ചിരിക്കുക. എല്ലാത്തിനും അടുക്കളയാണല്ലോ. ഓളെ പേരെന്താ? എത്രയാ പഠിക്കുന്നത്? നിങ്ങളെ ജോലി എന്താന്ന് ചോദിച്ചത്? ഞാനിപ്പോ ഒരു ജോലിക്കും പോകുന്നില്ല. നമുക്ക് ഒരു കിട്ടേണ്ട ആനുകൂല്യം. നമസ്കാരം, ഞാൻ സന്തോഷ് പണ്ഡിറ്റാണ്. ഇപ്പൊ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റയ്ക്കടുത്തുള്ള എമിലി എന്നുള്ള സ്ഥലത്താണ്. ഷെർലി എന്ന് പറഞ്ഞ ഇവരെ വീട്ടിന്റെ ഒരു അവസ്ഥ എന്നെ അറിയിച്ചിരുന്നു. എന്താണ് നമുക്കത് എന്താണ് ശരിക്കും? അപ്പൊ നിങ്ങൾക്ക് ലൈഫിൽ എന്താ വീട് കിട്ടാത്തത്? ഞങ്ങളിത് പ്രളയത്തില് 2018 പ്രളയത്തില് വീട് നഷ്ടപ്പെട്ടതാണ്. ആ സ്ഥലങ്ങൾ കൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു. കാണിക്കുന്നൊക്കെ പ്ലാന്റേഷൻ ആണ്, അത് വാങ്ങാൻ പാടില്ല, സർക്കാരിന്റെ നിയമത്തിന് വിരുദ്ധമാണെന്നും പറഞ്ഞ് അങ്ങനെ അതെല്ലാം ഒഴിവാക്കി. നമ്മൾ ആദ്യം ഒരു വീട് ഭർത്താവിന് സംസാരിക്കാനും വയ്യ, ചെവിയും കേൾക്കൂല. അപ്പൊ നമ്മൾ ആദ്യം ക്യാമ്പിലാണ് കിടന്നത്. ക്യാമ്പിൽ കിടന്ന് അവിടെ 7-8 കുടുംബം ഒരു ചെറിയ റൂമിൽ താമസിച്ചിരിക്കുമ്പോൾ എന്റെ ചേച്ചി വന്ന് എന്നെ അവിടുന്ന് കൂട്ടിക്കൊണ്ട്, കാരണം നമുക്ക് കിടക്കാനൊരു കട്ടിലോ ഒരു പായോ ഒന്നുമില്ല, ഇതിൽ തന്നെ വരുന്നത്. 2018 വീട് തകർന്നു. 2020 നമ്മുടെ പേര് പോലും വരുന്നത്. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യപ്പോ? ഇവിടെ തന്നെ അല്ല ഇനിയിപ്പോ ഇവിടെ തന്നെ, കാരണം ഇനി ഇവിടുന്ന് പറ്റൂല. ഇതൊന്നും എനിക്കൊന്ന് എന്താ പറയാ, ഈ 4 ലക്ഷം രൂപ ദയനീയമായ അവസ്ഥയിലാണ് ഇത്രയും അമ്മയും മക്കളും. സൈഡ് മുഴുവനും കോൺക്രീറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം ഒരു കുഴി പോലെ ആയിപ്പോയി. അല്ലെങ്കിൽ ഞാൻ 180 ലോഡ് മണ്ണിടണം. സാമ്പത്തികമൊന്നുമില്ല, നമുക്ക് ആകെ 1-2 സെന്റ് സ്ഥലത്തില് വീട് വെച്ച് താമസിക്കുന്നതാണ്. കാര്യത്തിനൊക്കെ പോണതാണ്. അല്ല, വ്യക്തിപരമായിട്ട് ഇപ്പൊ എനിക്കായാലും നമുക്കിപ്പോ വർഷത്തിലൊരു സിനിമയേ ഉള്ളൂ. അപ്പൊ അതിനൊക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു വരുമാനം എടുത്തിട്ട് വേണ്ട എല്ലാ കളിയും കഴിഞ്ഞത്. ഒരാളത് മാത്രമല്ലല്ലോ, പിന്നെ തന്നെ മുണ്ടക്കൈ ഭാഗത്ത് കുറെ ഭാഗങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇടയിലാണ് പെട്ടെന്ന് ഇവരെ ഈ കേസ് വരുന്നത്. ഇവരെ വീടിന്റെ ഫോട്ടോയും വീഡിയോ എല്ലാം കണ്ടപ്പോ എനിക്കൊരു വിഷമം തോന്നിയിട്ടാണ്. ഇപ്പൊ ഇന്നിപ്പോ എനിക്ക് ചെയ്യാവുന്ന എന്താണ് അടിയന്തരമായിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല സാറേ, ഒരു സാധനം എന്ന് പറയാനില്ല. നല്ല പിടിക്കണം. അതാണ് അടിവശേ. നമസ്കാരം, ഞാൻ സന്തോഷ് പണ്ഡിറ്റാണ്. ഇപ്പൊ കൽപ്പറ്റയിലെ എമിലിയിലാണ് നിൽക്കുന്നത്. അപ്പോ ഇവരുടെ വീട്ടിലെ കുറെ ബുദ്ധിമുട്ടുകളെല്ലാം പറയുണ്ടായി. നമുക്ക് കൂടുതലായിട്ടൊന്നും അവർക്ക് യഥാർത്ഥത്തിൽ വേണ്ട വലയത്തിൽ വീട് തകരുകയും അവർക്ക് പകരമായിട്ട് സർക്കാർ ഒരു സ്ഥലം കൊടുത്തതാണ്. പക്ഷെ ആ സ്ഥലം എന്ന് പറയുന്നത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവർക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു വീട് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അതിന് തന്നെ അത്രയും ബുദ്ധിമുട്ട് അവർക്ക് നേരിടേണ്ടി വന്നു. അപ്പൊ വീട് എവിടെ എത്തിയിട്ടില്ല. അപ്പൊ അവരൊരു ഈ പൂരയിലാണ്. ഇപ്പൊ അവരും 3 മക്കളും എല്ലാം കൂടെ വളരെ കഷ്ടപ്പെടുകയാണ്. അപ്പൊ നമുക്ക് കൂടുതലും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള മിനിമം സാധനങ്ങൾ അന്ന് പ്രളയത്തിൽ ഉരുൾപൊട്ടൽ വരെ വീട്ടിലെ എല്ലാ സാധനങ്ങളും പോയതാണ്. അപ്പൊ നമുക്ക് കൂടുതലും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് കുറച്ച് വീട്ടിലെ അലമാറയും അങ്ങനെയുള്ളതാണ്. വലിയ ഉപകാരം സാറേ, നന്ദിയുണ്ട്. കാരണം ഒരുപാട് നഷ്ടം എനിക്കുണ്ടായത്. അപ്പോൾ സഹായിക്കാൻ ഈ സാറ് വന്ന് എനിക്ക് എന്താ പറയാ, തുണികളൊക്കെ ആണെങ്കിലും ചാക്കിലൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ഒരു ജീവിത രീതിയിലേക്ക് പോയി. അപ്പൊ സാറിന്റെ നല്ല മനസ്സുകൊണ്ട് സാർ എനിക്ക് ഇങ്ങനെ ഒരു അലമാരി, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി. അതില് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റൂല. വളരെ വളരെ നന്ദി. എങ്ങനെയാണത് പറയേണ്ടതെന്ന് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അപ്പൊ ഇനി അടിയന്തരമായിട്ട് ഇനിയിപ്പോ നമുക്ക് വേറെ എന്തെങ്കിലും ഇത്രയും ദൂരെ നിന്ന് വന്ന് ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു തന്നതിന് വളരെയധികം നന്ദി. ഇതൊരിക്കലും മറക്കാൻ പറ്റൂല. ഈ ചെറിയൊരു സഹായം എന്നല്ല പറയുന്നത്, അത് ഞങ്ങളുടെ ഫേസ്ബുക്കിൽ ഇപ്പൊ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഇവരുടെ ഡീറ്റെയിൽസ് വിടുകയായിരുന്നു. അപ്പൊ നമുക്ക് അതിനൊരു പരിമിതികളുണ്ട്. ഇനിയും എന്താ പറയാ, ആളുകളെ സഹായിക്കാനുള്ള ഒരു ഇതുണ്ടാവട്ടെ, സാർ ഉയരങ്ങളിലെത്തട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവരെന്ന് പറഞ്ഞാല് ഒരുപാട് ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഈ ദുരിതം കാര്യങ്ങളൊക്കെ ഞങ്ങൾ സന്തോഷമായിട്ട് നേരിട്ട് കാണുന്നത്. കാരണം പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടാണ്. കാരണം കൊരവ് പോലത്തെ ചളി എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് ചളി വെള്ളമൊക്കെ ആയ സമയത്താണ് ഇവരിവിടെ എങ്ങനെയാണ് കഷ്ടപ്പെടുന്നത്. പാമ്പുകളും കഴുതാരകളൊക്കെ വന്നിട്ടാണ് ഇവിടെ കുട്ടികളെ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. ആ സമയത്താണ് സന്തോഷേട്ടൻ ദൈവത്തിനെ പോലെ ഇവിടെ വന്നതും. അവർ സന്തോഷേട്ടനെ കഴിഞ്ഞത് അലമാറ പോലത്തെ സാധനങ്ങളൊക്കെ ഇവർക്ക് കൊടുത്തൊരു സഹായമായി. ഇപ്പൊ